ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് വ്യാകരണത്തിൽ നഹ്വിൽ അൽ മുഅറബു വൽ മബ്നി എന്ന് പറയുന്ന വിഷയമാണ്. ഗ്രന്ഥകാരൻ ഇബ്നു മാലിക് അൽ മുഅറബു വൽ മബ്നി എന്ന അധ്യായത്തിന് താഴെ നൽകിയ അതിൻ്റെ വിശദീകരണമായ പദ്യങ്ങൾ. അൽ മുഅറബു, മുഅറബ് വിശദീകരിക്കപ്പെടുന്ന അധ്യായം, വൽ മബ്നി, മബ്നിയും വിശദീകരിക്കപ്പെടുന്ന അധ്യായം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എന്താണ് മുഅറബ്, എന്താണ് മബ്നി, അത് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഈ കവിതയിലേക്ക്, പദ്യത്തിലേക്ക് വരാം. ഈ ഉദാഹരണം ഒന്ന് ശ്രദ്ധിക്കും. ജാഅ സൈദുൻ, റഅയ്തു സൈദൻ, മറർതു ബി സൈദിൻ. ഈ മൂന്ന് ഉദാഹരണങ്ങളിലും സൈദൻ എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ സൈദുൻ എന്നതിൻ്റെ ഈ അവസാന ഉച്ചാരണം നോക്കൂ. ഇവിടെ സൈദുൻ എന്നാണ്, ഇവിടെ സൈദൻ എന്നാണ്, ഇവിടെ സൈദിൻ എന്നാണ്. ഇവിടെ ദമ്മത്ത് കൊണ്ട് മർഫൂ, ഇവിടെ ഫതഹത്ത് കൊണ്ട് മൻസൂബ്, ഇവിടെ കസ്റത്ത് കൊണ്ട് മജ്റൂർ. മൂന്നിലും ഈ സൈദുൻ എന്നതിൻ്റെ അവസാനത്തിൽ അവസ്ഥ മാറ്റമുണ്ടായി ദൃശ്യമാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഈ ഉദാഹരണത്തിലേക്ക് വന്നാൽ ജാഅ ഹാദ, റഅയ്തു ഹാദ, മറർതു ബിഹാദ. മൂന്ന് ഉദാഹരണത്തിലും ഒരു മാറ്റമില്ല ഹാദ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ. അറബി പദങ്ങൾ ഇങ്ങനെ രണ്ട് നിലക്കാണ്. ആ പദങ്ങളുടെ അവസാനത്തിൽ നമുക്കറിയാം, ഇൽമുൻ നഹ്വിൽ, നഹ്വാകുന്ന ശാസ്ത്രത്തിൽ അറബി പദങ്ങളുടെ അവസാനത്തിൽ വരുന്ന അവസ്ഥാ മാറ്റങ്ങളാണ് അതിലെ വിഷയം. സൈദുൻ, സൈദൻ, സൈദിൻ, ഈ അവസ്ഥാ മാറ്റങ്ങളാണ് നഹ്വിലെ വിഷയം. അത് എന്താണ്, അത് എന്തുകൊണ്ടാണ് തുടങ്ങിയ വിഷയങ്ങളാണ് നഹ്വിൽ വിഷയമാകുന്നത്. അപ്പോൾ അറബി പദങ്ങളിൽ അതിൻ്റെ അവസാനങ്ങളിൽ മാറ്റം വരുന്ന പദങ്ങളുണ്ട്, മാറ്റം വരാത്ത പദങ്ങളുമുണ്ട്. ഇവിടെ സൈദുൻ എന്നുള്ളത് ഇസ്മാണ്, ഹാദ എന്നുള്ളതും ഇസ്മാണ്, ഇസ്മുൽ ഇഷാറയാണ്. അപ്പോൾ രണ്ടും ഇസ്മാണ്. അപ്പോൾ ഇസ്മുകളിൽ തന്നെ മാറ്റം വരുന്നതുണ്ട്, മാറ്റം വരാത്തതുണ്ട്. ഇത് ഫിഉലിൽ അങ്ങനെയാണ്, മാറ്റം വരുന്നതുണ്ട്, മാറ്റം വരാത്തതുണ്ട്. ഹർഫിനെ സംബന്ധിച്ചിടത്തോളം ഹർഫിൽ ഒരിക്കലും മാറ്റം വരില്ല, എല്ലാം ഒരേപോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ മിൻ, ഇല, അൻ, അല, ഫി, ഇങ്ങനെ ഹർഫുകൾ, ഈ ഹർഫുകളൊക്കെ ഏത് കാലവും ഇതേപോലെ ആയിരിക്കും. അവസാനം മാറ്റം വരാതെ ഇങ്ങനെയായിരിക്കും ഹർഫുകൾ. എന്നാൽ ഇസ്മുകളിൽ ചിലത് അങ്ങനെയല്ല. ഇസ്മുകളിൽ ചിലത് മാറ്റം വരും, ചിലത് മാറ്റം വരില്ല. ഫിഉലും അങ്ങനെയാണ്. ചില ഫിഉലുകളിൽ മാറ്റം വരും, ചില ഫിഉലുകളിൽ മാറ്റം വരില്ല. ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഉദാഹരണങ്ങൾ എടുത്താൽ ഇവിടെ സൈദുൻ എന്നതിൽ മൂന്നിലും മാറ്റം വന്നു. ആരാണ് മാറ്റം വരുത്തിയത്? മാറ്റം വരുത്തിയത് ഈ സൈദുൻ എന്നതിൻ്റെ മുന്നിൽ വന്ന ഇവിടെ ജാഅ എന്നുള്ളതാണ്, ഇവിടെ റഅയ്തു എന്നുള്ളതാണ്, ഇവിടെ മറർത്തു എന്നുള്ളതും, മറർത്തു എന്നുള്ളതല്ല, ഇവിടെ ബി എന്നുള്ളതാണ് മാറ്റം വരുത്തിയത്, ബി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ അവസാനത്തിൽ മാറ്റം വരുന്ന ഇറാബിൽ അല്ലെങ്കിൽ ഹർക്കത്തിൽ മാറ്റം വരുന്ന ഇസ്മുകളെ മുഅറബായ ഇസ്മ എന്ന് പറയും. മാറ്റം വരുന്ന ഫിഉലുകളെ മുഅറബായ ഫിഉലുകൾ എന്ന് പറയും. മാറ്റം അവസാനത്തിൽ വരാത്ത
ഇസ്മുകളെ മബിനിയായ ഇസ്മെന്ന് പറയും. മാറ്റം അവസാനത്തിൽ വരുന്ന ഫിഅലുകളെ മബിനിയായ ഫിഅലുകൾ എന്നും പറയും. ഒക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് വഴിയെ വരും. മുഅറബായ ഇസ്മുകളെ എങ്ങനെ നമുക്ക് നിർവചിക്കാം? മുന്നിൽ വരുന്ന ആമിൽ ഉണ്ട്. ഈ മാറ്റം ഇവിടെ ഉണ്ടാക്കിയതിനാണ് ആമിൽ എന്ന് പറയാം. മാറ്റത്തെ ഉണ്ടാക്കിയവൻ എന്ന അർത്ഥത്തിൽ ഈ ജാ എന്നതിന് അതിലെ മാറ്റമുണ്ടാക്കിയ ആമിൽ എന്നാണ് പറയുക വ്യാകരണ പ്രകാരം. ആമിൽ, അവാമിൽ എന്ന് പറയും. ആമിൽ കാരണം ഇതിലും ഈ സെയ്ദുൻ എന്ന മാറ്റം ഉണ്ടാക്കിയത് ഈ ജാ എന്നുള്ള ആമിലാണ്. സെയ്ദൻ എന്ന മാറ്റം ഉണ്ടാക്കിയത് റഅയ്തു എന്നുള്ള ആമിലാണ്. സെയ്ദിൻ എന്ന മാറ്റം ഉണ്ടാക്കിയത് ബി ഹർഫുൽ ജർ എന്ന് പറയുന്ന ആമിലാണ്. കാരണം അതാണ് ഇതിൽ പരിവർത്തനം ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഇതിന് ആമിൽ എന്ന് പറയുന്നത്. നമുക്ക് നിർവചിച്ചാൽ മുന്നിൽ വരുന്ന ആമിലിനനുസരിച്ച് പദങ്ങളുടെ അവസാനത്തിൽ വരുന്ന മാറ്റം വരുന്നുവെങ്കിൽ അതിനാണ് മുഅറബ് എന്ന് പറയുക. അത്തരം ഇസ്മുകൾക്ക് മുഅറബായ ഇസ്മ എന്ന് പറയും. ഇസ്മുകളുടെ അവസാനത്തിൽ മുന്നിൽ വരുന്ന ആമിലിനനുസരിച്ച് മാറ്റം വരുന്നുവെങ്കിൽ അതിന് മുഅറബായ ഇസ്മ എന്ന് പറയും. എന്നാൽ മുന്നിൽ വരുന്ന ആമിലുകൾക്കനുസരിച്ച് അവസാനത്തിൽ മാറ്റം വരാത്ത ഇസ്മുകൾ അതിന് മബ്നിയായ ഇസ്മ എന്ന് പറയും. മബ്നിയായ ഇസ്മ എന്ന് പറയും. മനസ്സിലല്ലേ? ഇവിടെ ജാ സെയ്ദുൻ, സെയ്ദ് വന്നു. സെയ്ദ് ജാ എന്നതിൻ്റെ ഫായിലാണ്. ജാ വന്നു. ആര് വന്നു? സെയ്ദുൻ, സെയ്ദ് വന്നു. അപ്പോൾ ഫായിലായതുകൊണ്ട് ഈ ജാ എന്നുള്ള ക്രിയയാണ് സെയ്ദിന് ഫായിലിൻ്റെ ഇറാബ് നൽകിയത്. മുഅറബ് ഇറാബിൽ നിന്നാണ്. അറബ എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തി വ്യക്തമാക്കി എന്നൊക്കെയാണ് അർത്ഥം. മനസ്സിലായി? ഇവിടെ നോക്കൂ, ഇതിൻ്റെ അവസാനത്തുള്ള ഹർക്കത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഇറാബ് എന്ന് പറഞ്ഞത് വെളിവാകുന്നുണ്ട്. അതുകൊണ്ട് അതിന് മുഅറബ് എന്ന് പറഞ്ഞു. എന്നാൽ വെളിവാകാതെ ഒരേ അവസ്ഥയിൽ നിൽക്കുന്നതിന് മബ്നി എന്ന് പറയും. ഒരേ ഹാലിൽ നിൽക്കുന്നതിന് മബ്നി എന്ന് പറയും. ബിന എന്ന് പറയും, മബ്നി എന്ന് പറയും. അപ്പോൾ ഇവിടെ സെയ്ദുൻ എന്നത് ഇങ്ങനെ ഉച്ചരിക്കാൻ കാരണം ഈ ജാഅയാണ്. ഇവിടെ സെയ്ദൻ എന്ന് പറഞ്ഞു. റഅയ്തു, ഞാൻ കണ്ടു. സെയ്ദൻ, സെയ്ദിനെ. അപ്പോൾ ഇവിടെ സെയ്ദ് മഫ്ഊലുൻ ബിയാണ്. സെയ്ദിനെ കണ്ടു എന്നാണ്. അപ്പോൾ ഈ സെയ്ദൻ എന്നുള്ളതിന് ഈ ഒരു ഹറക്കത്ത് നേടിക്കൊടുത്തത് റഅയ്തു എന്നുള്ള ഫിഅലും ഫായിലുമാണ്. റഅയ്തു, ഞാൻ കണ്ടു. ഞാൻ കണ്ടു എന്നാണ്. റഅയ്തു, ഞാൻ കണ്ടു. ആരെ കണ്ടു? സെയ്ദിനെ കണ്ടു. അപ്പോൾ ഈ ആമിലാണ് ഈ സെയ്ദിന് ഈ ഒരവസ്ഥ നേടിക്കൊടുത്തത്. മറർത്തു, ഞാൻ നടന്നു. ബി സെയ്ദിൻ, സെയ്ദിനരികിലൂടെ. സെയ്ദിനരികിലൂടെ. ഇവിടെ സെയ്ദിൻ എന്നുള്ളതിന് ഈ ഒരവസ്ഥ നേടിക്കൊടുത്തത് ബി എന്ന് പറയുന്ന ആമിലാണ്. ബി വന്നതുകൊണ്ടാണ് ഇവിടെ സെയ്ദിൻ എന്ന് പറഞ്ഞത്. മനസ്സിലായി? അപ്പോൾ ആമിലുകൾക്കനുസരിച്ച് ഇസ്മുകളുടെ അവസാനത്തിൽ അവസ്ഥാമാറ്റമുണ്ടാകുന്നുവെങ്കിൽ അതിന് മുഅറബ് എന്ന് പറയും. ആമിലുകളുടെ വരവിനനുസരിച്ച് ഇസ്മുകളുടെ അവസാനത്തിൽ അവസ്ഥാമാറ്റം ഇല്ല എങ്കിൽ, ഒരേ അവസ്ഥയിൽ നിൽക്കുന്നുവെങ്കിൽ അതിന് മബ്നി എന്ന് പറയും. മബ്നി എന്ന് പറയും. ഇതാണ് മബ്നി മുഅറബ് എന്നതിൻ്റെ ഉദാഹരണം. അത് എന്ത് എന്നൊന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഇവിടെ ഒരു ഉദാഹരണം എഴുതുകയുണ്ടായത്. അപ്പോൾ അൽ മുഅറബു വൽ മബ്നി, മുന്നിൽ വരുന്ന ആമിലുകൾക്കനുസരിച്ച് ഇസ്മുകളുടെ അവസാനത്തിൽ അവസ്ഥാമാറ്റമുണ്ടായാൽ അത് മുഅറബാണ്. അവസ്ഥാമാറ്റമില്ലാതെ ഒരേ അവസ്ഥയിൽ തുടരുന്നുവെങ്കിൽ അത്തരം ഇസ്മുകൾ മബ്നിയാണ്. നമ്മുടെ ഗ്രന്ഥകാരൻ അൽ മുഅറബു വൽ മബ്നി എന്ന് പറഞ്ഞിട്ട് മബ്നിയാണ് ആദ്യം വിശദീകരിക്കുന്നത്. കാരണം മുഅറബ് ധാരാളമാണ്, മുഅറബിൻ്റെ ഗണം ധാരാളമാണ്. എന്നാൽ മബ്നി മുഅറബിനെ അപേക്ഷിച്ച് വളരെ പരിമിതമാണ്, കുറവാണ്. അതുകൊണ്ട് അദ്ദേഹം മുഅറബിനെ പിന്തിപ്പിച്ച് ഇസ്മിനെ ആദ്യം വിശദീകരിക്കുകയാണ്. ഏത് ഇസ്മിനെ? മബ്നിയായ ഇസ്മിനെ. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നു, വൽ ഇസ്മു മിൻഹു മുഅറബുൻ വ മബ്നി ലിശബഹിൻ മിനൽ ഹുറൂഫി
മുദിനി. വൽ ഇസ്മു ഇസ്മ് നാമം. നമ്മൾ പറഞ്ഞു ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താ? ലഫ്ദുൻ കുല്ലു ലഫ്ദുൻ യുസമ്മ ബിഹി എന്നാണ്. കുല്ലു ലഫ്ദുൻ യുസമ്മ ബിഹി, പേര് വെക്കപ്പെടുന്ന എല്ലാ ലഫ്ദും എന്താണ്? ഇസ്മാണ്. അപ്പം നമ്മൾ പറഞ്ഞു ചിലപ്പോൾ അതുകൊണ്ട് പിന്നെ ഇൻസാൻ മനുഷ്യന് പേരിടും, ചിലപ്പോൾ ഹയവാൻ മൃഗത്തിന് പേരിടും, ചിലപ്പോൾ നബാത്ത് സസ്യലതാദികൾക്ക് പേരിടും, ചിലപ്പോൾ ജമാദ് പിന്നെ ഖരവസ്തുക്കൾക്ക് പേരിടും, ഹജറുൻ ഷജറുൻ തുറാബുൻ, ഇങ്ങനെ ചിലപ്പോൾ ആശയങ്ങൾക്ക് പേരിടും, ഇസ്ലാം ഇഹ്സാൻ ഈമാൻ, ഇങ്ങനെ അത് അങ്ങനെ പേരിടും. ഇങ്ങനെ പേരുകൾ പലതുണ്ട്. പിന്നെ പേരിടപ്പെടുന്ന എല്ലാ ലഫ്ദും ഇസ്മാണ്. വൽ ഇസ്മു, അങ്ങനെയുള്ള ഇസ്ം മിൻഹു അതിലുണ്ട്, മുഅറബുൻ മുഅറബുണ്ട്, ഇസ്മിൽ മുഅറബുണ്ട്. അതാണ് നമ്മളിവിടെ ഉദാഹരണത്തിൽ പറഞ്ഞത് സെയ്ദുൻ സെയ്ദിൻ സെയ്ദൻ എന്നൊക്കെ. തയ്യിബ്. വ മബിനി, വ മബിനി എന്ന് പറഞ്ഞാൽ വമിൻഹു മബിനിയുൻ, ഇസ്മിൽ മബിനിയുമുണ്ട്, ഇസ്മിൽ മബിനിയും ഉണ്ട്. എന്താ മബിനി? നമ്മൾ പറഞ്ഞു മുന്നിൽ വരുന്ന ആമിലുകൾക്കനുസരിച്ച് ഇസ്മിൻ്റെ അവസാനത്തിൽ അവസ്ഥ മാറ്റം വരാത്തത് മബിനിയാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഉദാഹരണം കൂടി എഴുതാം. ഇപ്പോൾ ഹ ഉലായി എന്ന് ഞാൻ എഴുതാണ്. ഹ ഉലാ ഇ, ഹ ഉലായി. നമ്മൾ ഇതിനു മുന്നിൽ ഇപ്പോൾ എഴുതാണ് ജാ ഹ ഉലായി. ഇനി നദർതു ഇലാ ഹഉലാഇ റഅയ്തു ഹഉലാഇ. കണ്ടോ? ഹഉലാഇ എന്നുള്ളത് നോക്കിവിടെ, അത് ഇസ്മാണ്, അത് മബിനിയാണ്. എന്തുകൊണ്ട് മബിനിയാണ്? മുന്നിൽ ആമിലുകൾ വന്നു. ഇവിടെ ജാ എന്നുള്ള ആമിൽ വന്നു, ഇവിടെ ഇല എന്നുള്ള ആമിൽ വന്ന്, ഇവിടെ റഅയ്തു എന്നുള്ള ആമിൽ വന്നു. എന്നിട്ടും അതിനുശേഷം വന്ന ഈ ഇസ്മിൻ്റെ അവസാനത്തിൽ അവസ്ഥ മാറ്റല്ല. അപ്പം മുന്നിൽ വരുന്ന ആമിലിന് അനുസരിച്ച് ഇസ്മിൻ്റെ അവസാനത്തിൽ അവസ്ഥാ മാറ്റം ഇല്ല എങ്കിൽ ഇത്തരം ഇസ്മുകളാണ് മബിനി. അപ്പോൾ അവസ്ഥാ മാറ്റം വരുന്ന ഇസ്മുകളുണ്ട്, അതാണ് മുഅറബ്. അവസ്ഥാ മാറ്റം വരാത്ത ഇസ്മുകളുണ്ട്, അതാണ് മബിനി. ഇസ്മിൽ ഇത് രണ്ടുമുണ്ട്. വൽ ഇസ്മു മിൻഹു മുഅറബുൻ വൽ ഇസ്മു മിൻഹു മബിനിയുൻ. മുഅറബുണ്ട് മബിനിയുണ്ട്. അപ്പോൾ ഒരു ചോദ്യം, എന്തുകൊണ്ട് മുഅറബ്, എന്തുകൊണ്ട് മബിനി? ഇസ്മുകളിൽ എന്താണ് ചിലതൊക്കെ ഇങ്ങനെ അനങ്ങാപ്പാറ, ചിലതൊക്കെ മാറ്റം വരുന്നത്? അതൊരു ചോദ്യമാണ്, സ്വാഭാവികമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മബിനിയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ചില ഇസ്മുകൾ മബിനിയാകുന്നു, അതിൻ്റെ കാരണം അദ്ദേഹം ഇവിടെ തുടർന്ന് പറയാണ്. എന്തുകൊണ്ടാണ് ചില ഇസ്മുകൾ മബിനി? അത് ലിശബഹിൻ മിനൽ ഹുറൂഫി മുദിനി, ലിശബഹിൻ മിനൽ ഹുറൂഫ് മുദിനി, ഹർഫുകളോട് അടുത്ത് സാദൃശ്യമുള്ളതിനാലാണ് ചില ഇസ്മുകൾ മബിനി. ലിശബഹിൻ, ഷബഹ് എന്ന് പറഞ്ഞാൽ സാദൃശ്യം, ലി ലാമുത്താലിയിലാണ്. ലിശബഹിൻ സാദൃശ്യമുള്ളതിനാൽ. ആരോട് സാദൃശ്യമുള്ളതിനാൽ? ആർക്ക് സാദൃശ്യമുള്ളതിനാൽ? ഈ മബിനിയായ ഇസ്മുകൾക്ക് സാദൃശ്യമുള്ളതിനാൽ. ആരോട് സാദൃശ്യം? മിനൽ ഹുറൂഫ്, ഹർഫുകളോട്. എങ്ങനത്തെ സാദൃശ്യം? മുദിനി, അടുത്ത സാദൃശ്യം. അപ്പോൾ ഹർഫുകളോട് അടുത്ത സാദൃശ്യം ഉള്ളതിനാൽ ഇസ്മിൽ മബിനിയും ഉണ്ട്. ചില ഇസ്മുകൾ മബിനിയാണ് എന്നാണ് പറയുന്നത്. എന്താ ഈ ഹുറൂഫ്? നമ്മൾ പറഞ്ഞ ഹുറൂഫ് നമ്മൾ എഴുതിയല്ലോ. ഹർഫുകളുടെ പ്രത്യേകത, ഹർഫുകളൊക്കെ
അവസാനത്തിൽ മാറ്റമില്ലാത്ത രീതിയിൽ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതേ രീതിയിലാണ് അതിൻ്റെ ഉത്ഭവം. ഇപ്പോൾ നമ്മൾ ഉദാഹരണം എഴുതിയില്ലേ, അല, ഇല, മിൻ തുടങ്ങി ഹർഫുകൾ. അപ്പോൾ നമ്മളിതൊന്ന് എഴുതി നോക്കുക. ജലസ്തു, ഞാൻ ഇരുന്നു. എവിടെ ഇരുന്നു? അലത്താവിലെത്തി, മേശമ്മേൽ ഇരുന്നു എന്നാണ് അല. ഉണ്ടോ? ഇനി ഈ ആല ഇതിനെ മാറ്റി നമ്മൾ അപ്പോൾ അലൽ കിതാബി കലമുൻ. ഉണ്ടോ? ഈ ആല ഇതേ ആല തന്നെ. ഇനി വദഅതു വദഅതുൽ ഖലമ അലൽ മഖ്അദി. ഇവിടെ നോക്കി, ജലസ്തു അല താവിലെത്തി, ഞാൻ മേശന്മേൽ ഇരുന്നു. അലൽ കിതാബി, പുസ്തകത്തിന്മേലുണ്ട്, കലമുൻ, പേന. വദഅതുൽ ഖലമ, പേനയെ ഞാൻ വെച്ചു, അലൽ മഖ്അദി, ബെഞ്ചിന്മേൽ. ഇവിടെയൊക്കെ നോക്കി, അല വേറെ വേറെ സ്ഥലങ്ങളിലാണ് വന്നത്. അതിന് മുന്നിലും പിന്നിലും, അല്ലെങ്കിൽ ഇത് തുടക്കത്തിൽ വന്നിട്ടുണ്ട്, മുന്നിലും പിന്നിലും ഒക്കെ ആയിട്ട് വേറെ പദങ്ങളുണ്ട്. എപ്പോഴും അല ഒരേ അവസ്ഥയിലാണ്, അലക്ക് യാതൊരു മാറ്റമല്ല. ഇതാണ് ഹർഫുകളുടെ പ്രത്യേകത. ഇത് ഇലയുടെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ദഹബ്തു ഇലൽ ബൈത്തി, ഇല. നദർതു ഇല സമായി. ഇങ്ങനെ ഇല എവിടെ പ്രയോഗിച്ച് അവിടെയൊക്കെ ഇല തന്നെയാണ്. അതേപോലെ മിൻ, ഫി, ലി, ഇതൊക്കെ ഹർഫുകൾ. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. ഏതൊരു സ്ഥലത്ത് പ്രയോഗിച്ചാലും അവസ്ഥാമാറ്റം ഉണ്ടാവില്ല, ഒരേപോലെയാണ്. ഇതാണ് ഹർഫുകളുടെ പ്രത്യേകത. മനസ്സിലല്ലേ? അപ്പോൾ ഹർഫുകളൊക്കെ എന്താണ്? ഹർഫുകളൊക്കെ മബിനിയാണ്. കാരണം ഹർഫുകൾ എവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഇതിന് മുന്നിൽ എന്ത് വന്നിട്ടുണ്ടെങ്കിലും ഇതിൽ സ്വാധീനിക്കില്ല, അവസ്ഥക്കൊരു മാറ്റമല്ല. എല്ലായിടത്തും ഈ ഹർഫുകളൊക്കെ ഒരേ ഹാലിലായിരിക്കും, മാറ്റമില്ലാതെ. അതുകൊണ്ട് തന്നെ ഹർഫുകളെല്ലാം മബിനിയാണ്. അങ്ങനെയുള്ള മബിനിയായ ഹർഫുകളോട് ചില ഇസ്മുകൾക്ക് സാദൃശ്യമാണ്. അതും മുദിനി, അടുത്ത സാദൃശ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഇസ്മുകളെ ഹർഫുകളെപ്പോലെ മബ്നി എന്ന് ഹുക്മ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇനി ഒന്നുകൂടി പറയണേ. ഇസ്ം വൽ ഇസ്മു ഇസ്ം മിൻഹു, അതിലുണ്ട് മോറബുൻ, മോറബായത്, മുന്നിൽ വരുന്ന ആമിലിനനുസരിച്ച് അവസാനത്തിൽ മാറ്റം വരുന്ന ഇസ്മുകൾ. വ മബിനി എന്ന് പറഞ്ഞാൽ വൽ ഇസ്മു മിൻഹു മബിനി, ഇസ്മിൽ മബിനിയും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നിൽ വരുന്ന ആമിലുകൾക്കനുസരിച്ച് അവസാനത്തിൽ മാറ്റം വരാത്ത ഇസ്മുകളും ഉണ്ട്. എന്തുകൊണ്ടാണ് അത്തരം ഇസ്മുകളെ മബിനി എന്ന് വിധിച്ചത്? അത് ലിശബഹി മിനൽ ഹുറൂഫ്, ഹർഫുകളോട് സാദൃശ്യമുള്ളതിനാൽ. മുദിനി, അടുത്ത് സാദൃശ്യമുള്ളതിനാൽ. മുദിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖരീബ് എന്നുള്ള ആശയത്തിൽ വളരെ അടുത്ത് ഹർഫുകളോട് സാദൃശ്യമുള്ളത് കാരണത്താൽ എല്ലാ ഹർഫും മബിനിയാണ്. അതുകൊണ്ട് ഹർഫിനോട് സാദൃശ്യമുള്ള എല്ലാ ഇസ്മുകളും മബിനിയാണ്. അതാണ് നമ്മുടെ ഗ്രന്ഥകാരൻ പറയുന്നത്. വൽ ഇസ്മു മിൻഹു മുറബുൻ വ മബ്നി ലിശബഹി മിനൽ ഹുറൂഫി മുദ്നി. ഇനി ഗ്രന്ഥകാരൻ വിശദീകരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്, ഹർഫുകളോട് ഇസ്മുകൾക്ക് സാദൃശ്യം എന്ന് പറഞ്ഞില്ലേ, അത് എങ്ങനെയൊക്കെ, ഏതെല്ലാം നിലയിൽ? അത് വദഈയായ സാദൃശ്യം, അതേപോലെ മാനവിയായ സാദൃശ്യം, അതേപോലെ നിയാബിയായ സാദൃശ്യം, ഇഫ്തിഖാരിയായ സാദൃശ്യം, ഇങ്ങനെ പല നിലക്കായിട്ട് ഉണ്ട്. ഗ്രന്ഥകാരൻ നമുക്ക് തുടർന്ന് പറഞ്ഞു തരുന്നത് ഏതൊക്കെ നിലക്കാണ് ഇത്തരം ഇസ്മുകൾക്ക് ഹർഫുകളോട് സാദൃശ്യം എന്നുള്ളതാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ തുടർച്ച പഠിക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.